പെണ്ണ് കെട്ടാനൊക്കെ അമ്മ പറയുന്നുണ്ട്. ഒരു ഓട്ടോക്കാരനെ നെഞ്ചു വിരിച്ച് സ്വീകരിക്കാൻ കെൽപ്പുള്ള ഒരുവളെ കിട്ടുമെങ്കിൽ കെട്ടുവെന്ന് ഞാനും പറഞ്ഞു. ആ ഇടയ്ക്കാണ് ഒരു കത്ത് വന്നത്. അങ്കനവാടി പിള്ളേര് പോലും വീഡിയോ കോളിൽ ഹായ് പറയുന്ന ഈ കാലത്ത് എഴുത്തോ? ആരാണ് അയച്ചിരിക്കുകയെന്ന ചിന്തയുമായി ഞാനത് തുറന്നു. സന്തോഷേട്ടാ, നിങ്ങളോട് നേരിട്ട് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എന്നും സ്നേഹമാണ്. കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അത്യാഗ്രഹമായി പോകുമോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത്. കൂടുതൽ സംസാരിക്കാറില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും തമ്മിൽ കാണാറുണ്ട്. ഇനിയും കാണും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കെന്നെ കണ്ടെത്താൻ പറ്റട്ടെ എന്ന്. എന്തു പറയാനാണ്? 4 കുത്തുകൾ എനിക്ക് കത്തയച്ചിരിക്കുന്നു. അതും പ്രേമലേഖനം. കുത്തുകൾ പൂരിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി അയച്ചതാണോ എന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ച് വിഷയം വിട്ടുകളയാനും പറ്റുന്നില്ല. എന്നാലും ആരായിരിക്കും അത്? കത്തുമടക്കി പോക്കറ്റിലിട്ട് ഇടപെടുന്ന സകല മനുഷ്യരെയും ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. വെറുതെ കളിപ്പിക്കാൻ നിൽക്കല്ലേ എന്ന് മറുപടി അയച്ചപ്പോൾ കവറിലുണ്ടായിരുന്ന വിലാസം തെറ്റാണെന്ന് മനസ്സിലായി. ഒരു നാൾ അച്ചാർ അയക്കാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയപ്പോഴാണ് ആ മറുപടി കത്ത് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്റെ ഓട്ടോയിൽ കയറുന്ന പതിവുകാർക്കൊന്നും എങ്ങനെയൊക്കെ എഴുതാനുള്ള മുഖമുണ്ടെന്ന് കരുതാൻ സാധിക്കുന്നില്ല. അമ്മയുണ്ടാക്കുന്ന അച്ചാർ വാങ്ങാൻ വരുന്നവരിൽ തീരെ സാധ്യതയില്ല. ഓൺലൈൻ വിൽപ്പനയുള്ളതുകൊണ്ട് പോസ്റ്റ് ഓഫീസുമായാണ് അടുത്ത ബന്ധം. അവിടെ മിക്കപ്പോഴും ഉണ്ടാകുന്ന പെൺപിള്ളേരെയൊക്കെ ഞാൻ ഓർത്തെടുത്തു. ബീനയാണ് അവിടുത്തെ ബ്രാഞ്ച് മാസ്റ്റർ. ചെറുപ്പം തൊട്ടേ എനിക്കറിയാവുന്ന കുടുംബമാണ് ബീനയുടേത്. തന്റെ അച്ഛൻ മരിച്ചപ്പോൾ കുടുംബത്തെ തോളിലേക്ക് വെച്ച ആ പെണ്ണിന് ഒരിഷ്ടം പറയാനുള്ള ധൈര്യം ഉണ്ടാകാതെ തരമില്ല. അല്ലെങ്കിലും ജീവിതം മുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകളുടെ തലകളിൽ എവിടെയാണ് പ്രേമം? പിന്നെയുള്ളത് രാഘവൻ മേസ്ത്രിയുടെ മകൾ അനുപമയായിരുന്നു. അങ്ങനെ സംശയിക്കത്തക്ക ഒരു കാരണമുണ്ട്. അന്ന് നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്കൊരു ഓട്ടം കിട്ടി. അനുപമയായിരുന്നു കയറിയത്. മേസ്ത്രിയുടെ മകളാണെന്നതിനും അപ്പുറം എനിക്ക് അവളെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ടും സന്തോഷേട്ടന് സുഖമല്ലേ എന്നിറങ്ങുമ്പോൾ അവൾ ചോദിച്ചു. ചില്ലറയില്ലെന്ന് പറഞ്ഞപ്പോൾ ബാക്കി വെച്ചോളൂ എന്നും പറയുകയായിരുന്നു. സാധാരണ നിലയിൽ ഇതിലൊന്നും യാതൊരു അസ്വാഭാവികതയും തോന്നേണ്ട കാര്യമില്ല. പക്ഷെ പിന്നീടും അനുപമ എന്റെ ഓട്ടോയിൽ കയറുകയും എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തിരുന്നു. ഒരു നാൾ അവൾ ജോലി ചെയ്യുന്ന ട്രാവൽസിൽ കൊണ്ടുവിട്ടപ്പോൾ ചായ കുടിക്കാൻ വരെ ക്ഷണിച്ചു. അനുപമ. അവൾ തന്നെയാണ് ആ 4 കുത്തുകൾ. ഒരു നാൾ അവൾ ജോലി കഴിഞ്ഞിറങ്ങുന്ന നേരം നോക്കി ഞാൻ ടൗണിലേക്ക് പോയി. ആഗ്രഹിച്ചതുപോലെ വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടിയെന്ന രീതിയിലാണ് അവളെ ഞാൻ ഓട്ടോയിലേക്ക് കയറ്റിയത്. സന്തോഷേട്ടൻ ആളിന്ന് ചെത്തായിട്ടുണ്ടല്ലോ. അങ്ങനെ കേട്ടപ്പോൾ ഓട്ടോയുടെ മുന്നിലെ കണ്ണാടിയിൽ ഞാൻ എന്നെയും അവളെയും ഒരു ഞൊടി നോക്കി. ശേഷം ചുണ്ടുകൾ അകത്താക്കി ചിരിച്ചു. കത്തെഴുതിയത് അവൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. നമുക്കൊരു ചായ കുടിച്ചാലോ? അനുപമ ഇതിലൊന്നും പറയാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ചായക്കടയുടെ മുന്നിൽ ഞാൻ ഓട്ടോ നിർത്തി. ഷർട്ടിന്റെ മേലെയിട്ടിരുന്ന കാക്കി അഴിച്ച് തോളിലിട്ട് 2 ചായയെന്ന് പറയുകയും ചെയ്തു. താമസിക്കാതെ ചൂട് ചായ ഊതി ഊതി ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് ആരെങ്കിലുമായും ഇഷ്ടമായാൽ നേരിട്ട് പറയാനുള്ള ധൈര്യമൊക്കെയുണ്ട്. ചില്ലലമാരയിൽ നിന്നൊരു സുഖിയനെടുത്ത് കടിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ വേണ്ടതെന്ന് മറുപടിയായി അനുപമ മൊഴിഞ്ഞു. തുടർന്ന് എന്നെ തള്ളി മാറ്റുകയും ചില്ല കണ്ണാടിയിൽ നിന്നൊരു പഴംപൊരി എടുക്കുകയും ചെയ്തു. താനാണ് കത്തെഴുതിയതെന്ന് മറയ്ക്കാനുള്ള പെണ്ണിന്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. തുമ്പ് കടിച്ച പഴംപൊരിയുമായി അനുപമ എന്നെ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുകയാണ്. ഒടുവിൽ ചിരിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്ത പെണ്ണ് തനിക്കും ഇഷ്ടമാണെന്ന് ആ പഴംപൊരിയുടെ കൂടെ നാണവും ചവച്ചുകൊണ്ട് മൊഴിഞ്ഞു. ജീവിതത്തിലേക്കൊരു പെണ്ണ് വന്ന് മുട്ടുമ്പോഴുള്ള സുഖം ആ നിമിഷങ്ങളിൽ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നാളുകൾ കഴിഞ്ഞു. സന്തോഷേട്ടന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ച് അനുപമ വീണ്ടും പേര് വെളിപ്പെടുത്താത്ത കത്തുകൾ എഴുതി. ഒടുവിലത്തെ എഴുത്തിൽ താൻ ആരാണെന്ന് അടുത്ത കത്തിൽ മനസ്സിലാകുമെന്നും പറഞ്ഞു. പെണ്ണിന്റെ ഓരോ തമാശ. അങ്ങനെ ചെയ്യുമ്പോൾ അവൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി കൂടുതലൊന്നും താൻ പറയാനും പോയില്ല. അങ്ങനെ നാളുകൾക്കുള്ളിൽ തന്നെ രാഘവൻ മേസ്ത്രിയുടെ കാതുകളിലും ഞങ്ങളുടെ ബന്ധമെത്തി. അതിന്റെ പിറ്റേന്ന് കല്യാണം ഉറച്ചു. അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മാവൻ മുഹൂർത്തവും നോക്കി. അപ്പോഴേക്കും ഞാനും അനുപമയും ഞങ്ങളുടെ പ്രേമലോകത്തിൽ തമ്പടിച്ചു കഴിഞ്ഞിരുന്നു. എന്റെ 3 ചക്രത്തിലിരുത്തി ഞാൻ അവൾക്ക് കൊടുത്ത മുത്തങ്ങളുടെ എണ്ണം അറിഞ്ഞാൽ മുക്കോടി മുക്കിലെയും സദാചാരക്കാരൊക്കെ ഞെട്ടിപ്പോകുമെന്ന് തീർച്ചയാണ്. കയറിക്കൂ. അന്ന് കല്യാണക്കത്ത് അച്ചടിച്ച് കിട്ടിയ നാളുകളായിരുന്നു. തിരിച്ചു വരുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ബീന കൈകാട്ടി. ഓട്ടോയിലേക്ക് കയറുമ്പോൾ ഒരു കത്തുണ്ടെന്നും പറഞ്ഞു. അടുപ്പത്തിലായിട്ട് മാസം 1 കഴിഞ്ഞില്ലെങ്കിലും കല്യാണക്കത്ത് പുറത്തെത്തി. കാര്യങ്ങൾ പരസ്യമാകാൻ പോകുന്ന ഈ വേളയിലും അനുപമ വീണ്ടും കത്തയച്ചിരിക്കുന്നു. അവളുടെ ഒരു കാര്യം. ഞാൻ തനിയെ ചിരിച്ചു.
അത് കണ്ട് വട്ടായി പോയോന്ന് ബീന ചോദിച്ചു. എന്റെ വീട് കഴിഞ്ഞു വരുന്ന സർക്കാർ UP സ്കൂളിന്റെ പരിസരത്താണ് ബീന താമസിക്കുന്നത്. പരസ്പരം അറിയാമെങ്കിലും കൂടുതലൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. അന്നെന്തോ ചില തമാശകളൊക്കെ രണ്ടുപേരും പറഞ്ഞു. ഒടുവിൽ ഇറങ്ങാൻ നേരം തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞ് ഒരു കല്യാണക്കത്തെടുത്ത് ഞാൻ അവൾക്ക് കൊടുത്തു. നമ്മുടെ രാഘവൻ മേസ്ത്രിയുടെ മോളാണ് അനുപമ, ഓർമ്മയില്ലേ? അന്നത്തെ ആ കത്ത് അത് ഓളായിരുന്നു. അത്രയും സന്തോഷത്തോടെ ഞാനത് പറഞ്ഞിട്ടും ബീനയുടെ മുഖത്ത് യാതൊരു തെളിച്ചവും കണ്ടില്ല. ആ കല്യാണക്കത്തിൽ വീണ കണ്ണുകളെ തിരിച്ചെടുക്കാൻ പറ്റാതെ റോഡരികിൽ അവൾ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ആ ഭാവമാറ്റത്തിൽ ചെറുതല്ലാത്തൊരു സംശയം എനിക്ക് തോന്നി. നന്നായി, അനുപമ നല്ല പെണ്ണാണ്. സന്തോഷേട്ടന് ചേരും. എന്തായാലും കല്യാണത്തിന് വരാട്ടോ എന്നും പറഞ്ഞ് ബീന തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നുവോ എന്ന് ഞാൻ സംശയിച്ചു. ശരിയാണ്, കൂടുതലൊന്നും സംസാരിക്കാറില്ലെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ബീനയെ കാണാറുണ്ട്. വല്ലാത്ത ഒരു മാനസികാവസ്ഥയോടെ ബീനയെന്ന് ഞാൻ വിളിച്ചു. ധൃതിയിൽ നടക്കുന്നതിനിടയിൽ അവൾ നിന്നു. വളരെ പതിയെ തിരിഞ്ഞു. അപ്പോഴും എന്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കത്തുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് കേട്ടപ്പോൾ ബീനയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് താൻ വെറുതെ പറഞ്ഞതാണെന്നും പറഞ്ഞ് അവൾ തല ഉയർത്തി എന്നോട് ചിരിച്ചു. തുടർന്ന് കരഞ്ഞു പോകുമോ എന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം തിരിഞ്ഞുപോലും നോക്കാതെ അവൾ ഓടിയകന്നത്.